ഐതിഹ്യപ്പെരുമയും വിശ്വാസവും നിറഞ്ഞതാണ് ഉരൽക്കുഴി തീർത്ഥ സ്നാനം. പുല്ലുമേട് വഴി സന്നിധാനത്തേക്ക് വരുന്ന തീർത്ഥാടകരിൽ അധിക പേരും ഉരൽക്കുഴി തീർത്ഥത്തിൽ സ്നാനം നടത്തിയ ശേഷമാണ് സന്നിധാനത്തേക്ക് പോകുന്നത്. സന്നിധാനത്തു നിന്നും വനത്തിനുള്ളിലേക്ക് അല്പം മാറിയാണ് ഉരൽക്കുഴി തീർത്ഥം. വനത്തിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളം ഇവിടെ പാറക്കെട്ടിലെ ഒരു ചെറിയ കുഴിയിലേക്കാണ് വീഴുന്നത്. കാലക്രമേണ വെള്ളം വീട് രൂപപ്പെട്ട കുഴിയിൽ ഇവിടെ എത്തുന്നവർ മുങ്ങിക്കുളിക്കും. മഹർഷി നിഗ്രഹത്തിന് ശേഷം അയ്യപ്പൻ ഇവിടെ എത്തി മുങ്ങിക്കുളിച്ചുവെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ അയ്യപ്പ സന്നിധിയിലെത്തുന്നവർ ഈ ഉരൽക്കുഴി തീർത്ഥത്തെ പാപനാശിനിയായും കണക്കാക്കുന്നു. വനത്തിലെ ഔഷധ സസ്യങ്ങളുടെ ഗുണം ഈ വെള്ളത്തിലുണ്ടെന്നും ചിലർ വിശ്വസിക്കുന്നുണ്ട്. ഈ ഉരക്കുഴി എന്ന് പറയുന്നത് ഇപ്പോൾ അക്കേഷുകാടുകളും രുദ്രാക്ഷമരങ്ങളൊക്കെ ഇതിന് മുകളിലുണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിന് വരുന്ന വെള്ളത്തിനൊരു ഭയങ്കര കുളിരാണ്. അത് ആസ്വദിക്കാൻ വേണ്ടിയാണ് മിക്ക ആൾക്കാർ ഇതിലേക്ക് വരുന്നത്. ഔഷധ ചെടികളുടെ ഇടയിലൂടെ വരുന്ന വെള്ളമാണ്. ഇതിൽ കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പകുതി അസുഖങ്ങൾ മാറും, ശരീരത്തിലുണ്ടാവുന്ന ചൊറിച്ചിൽ അങ്ങനെയുള്ളതൊക്കെ മാറുന്നതാണ് അറിയപ്പെടുന്നത്. ഏകദേശം ഒരു മണ്ണുള്ള ആൾക്കാർക്ക് കുളിക്കാനുള്ള ഒരു കുഴി ഉണ്ട് അതിനകത്ത്. വെള്ളം വന്ന് വീണിട്ട് അതൊരു കുഴിയായി മാറി. അപ്പം അതിൽ മുങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലുള്ള പകുതി വെള്ളം പുറത്തേക്ക് വരും. പരമ്പരാഗത പുൽമേട് കാനന പാതയിലൂടെ എത്തുന്നവർ ഉരൽക്കുഴി തീർത്ഥത്തിൽ മുങ്ങിക്കുളിച്ചാണ് സന്നിധാനത്ത് എത്താറുള്ളത്. ഭഗവാനെ ദർശിച്ച ശേഷം ക്ഷീണമകറ്റാനും അയ്യപ്പന്മാർ ഇവിടെ കുളിക്കാനെത്തും. മണ്ഡലകാലം ആരംഭിച്ചതു മുതൽ ഇവിടേക്ക് തീർത്ഥാടകർ കുളിക്കാനായി എത്തുന്നുണ്ട്. കേരള വിഷൻ ന്യൂസ്, സന്നിധാനം.